to be a businessman? Scientist. Businessman. എനിക്കൊരു പൈലറ്റ് ആവണം ആഗ്രഹം. ഒരു ബിസിനസ്മാൻ ആവണം. Automobile designer ആവണം. Professional photographer. An IPS officer. Scientist in NASA. ഗ്ലോബൽ സ്കോളർ. ഗ്ലോബൽ സ്കോളർ ഒരു യുണീക്കായിട്ടുള്ള കുട്ടികളുടെ പ്രോഗ്രാമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ എല്ലാം യുണീക്കാണ്. ദേ ആർ സോ യുണീക്ക്. നമുക്ക് അവരുടെ കഴിവുകൾ പോലും അറിയില്ല. അവർക്ക് ഒരു ഇൻബോൺ ടാലൻ്റ് ഉണ്ട്, ഇൻബോൺ പാഷനുണ്ട്, അവരുടേതായിട്ടുള്ള ഒരുപാട് എക്സ്റ്റെൻസീവ് കഴിവുകളുണ്ട്. ഈ കഴിവുകളെല്ലാം നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കഴിവുകൾ കുട്ടികൾക്ക് പല കഴിവുകളും പുറത്തേക്ക് എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. സ്കൂളുകളിൽ നമ്മൾ കുറേ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. പക്ഷേ 12th ഗ്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ പുതിയ ലൈഫിലേക്കാണ് ഇറങ്ങുന്നത്. നമ്മുടെ ഈ ലോകത്തേക്ക്, ഈ ലോകം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ലോകമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ലോകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവരുടെ കോൺഫിഡൻസ് അത്രമാത്രം ഇൻക്രീസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ലൈഫിന് ഏത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ധൈര്യത്തോടെ നേരിടാൻ പഠിക്കണം. അതുപോലത്തെ ഒരുപാട് ലൈഫ് സ്കിൽസ് നമുക്ക് ആവശ്യമാണ് ഈ ലോകത്തിൽ ജീവിക്കാനും പൊരുതി മുന്നോട്ട് പോകാനും വളരെ സക്സസ്ഫുൾ ആകാനും. സ്കൂൾ സബ്ജക്ട്സ് അല്ലാതെ, സ്കൂൾ സബ്ജക്ട്സ് നമ്മൾ ടച്ച് ചെയ്യുന്നേ ഇല്ല. അതല്ലാതെ ലൈഫിൽ ഇംപ്രൂവ് ചെയ്യാനും ലൈഫിൽ സക്സസ്ഫുൾ ആകാനും ആയിട്ടുള്ള നിയർലി 12 to 13 ടോപ്പിക്സാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ഈ 2 ദിവസത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഗ്ലോബൽ സ്കോളർ 3 ദിവസത്തെയാണ്. 2 days കൊണ്ട് കുട്ടികൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് പഠിക്കുന്നത്. ഇറ്റ്സ് എ ഫൺ ഫിൽഡ് ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് അവർ പഠിക്കുന്നത്. ഇതിനകത്ത് ഫുള്ളി ഇൻട്രാക്റ്റീവാണ്. അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നതെല്ലാം എൻ്റെ അടുത്ത് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓരോ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടേതായ ലീഡേഴ്സ് ഉണ്ടാവും, ലൈഫ് ലൈനിലെ സ്റ്റാഫ് ഉണ്ടാവും. ഇവരെല്ലാം ഇവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കും. അപ്പോൾ ആക്ച്വലി ഗ്ലോബൽ സ്കോളർ എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് എവിടെയാണോ എത്തേണ്ടത്, അവരുടെ ആ ലൈഫിലെ പർപ്പസ് അല്ലെങ്കിൽ ലൈഫ് ഗോൾ അല്ലെങ്കിൽ നമ്മുടെ വിഷൻ, അവരുടെ വിഷൻ എന്താണ്. വിഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് നമുക്ക് വിഷൻ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. അവരെന്തിനാണ് ഈ ലോകത്ത് വന്നത്, ആരെ ഹെൽപ്പ് ചെയ്യാനാണ്. നമ്മൾ ഓരോരുത്തരും ലോകത്തേക്ക് വന്നിരിക്കുന്നത് ആരെയെങ്കിലും ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് അവരുടെ ലൈഫ് പർപ്പസ്, എന്താണ് അവരുടെ വിഷൻ, എന്താണ് അവരുടെ ഗോൾ, അവർക്ക് ആരാണ്. 2024 ഒളിമ്പിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഒരു മെഡൽ ഇന്ത്യക്ക് കൊടുക്കണം. ഒരു ജേർണലിസ്റ്റ് ആവാനാണ് എൻ്റെ എയിം. ഒരു കാർഡിയോളജിസ്റ്റ് ആവാനാണ്. എനിക്കൊരു IAS ഓഫീസർ ആവാനാണ് ആഗ്രഹം. എനിക്ക് പീഡിയാട്രിഷ്യൻ ആണ് ആഗ്രഹം. ഈ ഗ്ലോബൽ സ്കോളറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ടാലൻ്റ് അല്ലെങ്കിൽ പാഷനെ പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ ഈ പാഷൻ അല്ലെങ്കിൽ ടാലൻറ്റിനെ നമ്മൾക്ക് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അത് പേരൻസിനോടാകാം അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിനോടാകാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമേ അവരവരുടെ ലക്ഷ്യത്തിലേക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റുള്ളൂ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് അറ്റൻഷൻ കിട്ടാത്തതായിരിക്കും. എന്താണോ അവരുടെ പ്രോബ്ലം അത് മനസ്സിലാക്കി അതിനകത്തൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുകയും പ്ലസ് ഇത് ആക്ച്വലി ഗ്ലോബൽ സ്കോളർ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൈൻഡ്, ബോഡി ആൻഡ് സോൾ, ഈ 3ഉം കൂടെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വൽ ഒരു ബെസ്റ്റ് ഇൻഡിവിജ്വലായിട്ട് പുറത്തിറങ്ങാം. ഇതാണ് ഏറ്റവും ഒരു ക്രിസ്പായിട്ട് എന്താണ് ഗ്ലോബൽ സ്കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Global Scholar is to make you unique by integrating mind, body and soul of the student. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരായി തീരണം, അല്ലെങ്കിൽ ലീഡേഴ്സ് ആകാം, മ്യൂസീഷ്യൻസ് ആകാം. നമ്മുടെ APJ അബ്ദുൽ കലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നന്മകളുണ്ട്. അതുപോലെ തന്നെ AR റഹ്മാൻ, ഓരോരോ ഫീൽഡിലും മികച്ചവരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ പാഷനും അവരുടെ ടാലൻറ്റും എന്താണോ അത് നമ്മൾ പുറത്തേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഒരു പേടിയൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ പുറത്തേക്ക് അത് കൊണ്ടുവരിക. അതാണ് നമ്മളെ സഹായിക്കുന്നത്. ഈ പാഷനും ടാലൻറ്റും കുഞ്ഞുങ്ങൾക്കറിയാം അവർക്ക് എന്താ വേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടതെന്ന് അവർക്കറിയാം. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവർ പോകുന്ന ഡയറക്ഷൻ കറക്റ്റാണോ അല്ലെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ക്രോസ് റോഡിൽ വന്ന് നിൽക്കുകയാണ്, ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഞാൻ റൈറ്റിലേക്ക് പോകണോ
അതോ ലെഫ്റ്റിലേക്ക് പോകണോ അതോ സ്ട്രെയിറ്റ് പോകണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകണം എന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഗൈഡ് ചെയ്യുക. ആ ഗൈഡൻസ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ദേ ആർ ഫ്രീ. അവരുടെ ചിന്തകൾ, അവരുടെ ഐഡിയാസ്, അവരുടെ ഡ്രീംസ്, അവരുടെ വിഷൻസ് ഇതെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് അൺഫോൾഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ സ്കോളറിലും ഈ 3 ദിവസം അവരുടെ ബോഡി, അവരുടെ മൈൻഡ്, അവരുടെ സോള്, അവരുടെ പർപ്പസ്, അവരുടെ വിഷൻ ഇതെല്ലാം കൂടെ മേർജ് ചെയ്തിട്ടൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ നാളത്തേക്ക് ഒരു പ്രഗത്ഭരായ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ബെസ്റ്റ് ടാലൻറ്റഡ് സ്റ്റുഡൻസ്, ബെസ്റ്റ് ടാലൻറ്റഡ് ഇൻഡിവിജ്വൽസ് ആക്കിയെടുക്കാൻ നമുക്ക് ഈ ഗ്ലോബൽ സ്കോളർ. ലൈഫ് ലൈൻ്റെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ട് താഴെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എപ്പോഴും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. അത് പ്രയോജനപ്പെടുത്താം.